നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയിലെ 11ാം ഡിവിഷനിൽ പുളിഞ്ഞിലം പാടത്ത് പുളിഞ്ഞിലം തോട് സൈഡ് ഭിത്തി നിർമ്മാണം മന്ദഗതിയിൽ. ഇറിഗേഷൻ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിച്ച പുളിഞ്ഞിലം തോട് സൈഡ് ഭിത്തി നിർമ്മാണത്തിന് വേണ്ടി 1 മാസത്തോളമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയ ശേഷം തുടർ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സൈഡ് ഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ, ഏരിയ കമ്മിറ്റി അംഗം K രാമദാസ, PK അബ്ദുൾ മജീദ്, NK മൊയ്തീൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പുളിഞ്ഞിലം തോട് സന്ദർശിച്ചു. പ്രവൃത്തി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ 2 വീടുകൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇപ്പോൾ വേനൽ മഴ പെയ്താൽ പോലും 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ്. അതിനാൽ ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് സൈഡ് ഭിത്തി നിർമ്മാണവും VCB സ്ഥാപിക്കലും അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ ആവശ്യപ്പെട്ടു. VCB നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഈ VCB നിർമ്മിക്കുക എന്നുള്ളത്. ഏതാണ്ട് 95 കാലഘട്ടത്തിൽ ഒരു VCB ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പലകൊക്കെ ദ്രവിച്ചു പോയിട്ട് പരിസരവാസികൾ എന്നും ഒരു 2 മഴ കനത്തിൽ പെയ്താൽ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ കയറുന്നൊരവസ്ഥയുള്ളത് എല്ലാവർക്കും അറിയാം. ദുരിതാശ്വാസ ക്യാമ്പ് കയറിയിട്ട് അവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ. ഇപ്പോൾ അതിലും വളരെ മോശമായ അവസ്ഥയിൽ ഇപ്പോൾ പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കീറിയിട്ട അവസ്ഥ എന്താ വെച്ചാൽ പെട്ടെന്ന് പണി തുടങ്ങാഞ്ഞാൽ വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ 2 വീടിൻ്റെ നേരെ ബാക്കിലാണ് കീറിയിട്ടിരിക്കുന്നത്. ഈ വേനൽ മഴയൊക്കെ അടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഇടിഞ്ഞു പോയിട്ട് ആ വീടുകൾക്ക് അപകടം ഉണ്ടാകുന്നൊരവസ്ഥ ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് പണി തുടങ്ങണം. ഈ പണിയിൽ തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കണമെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പ്രവർത്തനം നോക്കി കണ്ടിട്ടേ ബാക്കി കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പുഴേൻ്റെ മുഖത്തുനിന്ന് കെട്ടിപ്പോരാഞ്ഞാൽ അവിടെ ഇടിയില്ലേ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇന്നിപ്പോൾ മഴ തൂങ്ങിക്കുകയാണ്. എപ്പോഴും മഴ വരാം. വേനൽ മഴൻ്റെ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷകർ തന്നിട്ടുണ്ട്. ഇതൊന്നും അവഗണിക്കാതെ ഇതിൻ്റെ മെറ്റീരിയൽ പോലും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടില്ല. കീറിട്ട് പോയിട്ട് ദിവസങ്ങളായി. ഒരു മഴ ചാറിയപ്പോൾ തന്നെ ആ മഴ ചാറിയത് കൊണ്ടാണ് പണി നിർത്തി വെച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് മഴ ചെയ്താലോ ഇനി നീട്ടുമോ? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അനാസമായിട്ടുള്ളൊരു പരിപാടിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് ഞങ്ങൾ പ്രക്ഷോഭിച്ച് വരും. ഒരു തർക്കം വേണ്ട. അതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പരിഹാരം കാണണം. ഇതാണ് പറയാനുള്ളത്. പുളിഞ്ഞിലം തോട് സൈഡ് ഭിത്തി നിർമ്മാണത്തിന് വേണ്ടി 1 മാസത്തോളമായി JCB ഉപയോഗിച്ച മണ്ണ് മാന്തിയിട്ടിരിക്കുകയാണെന്നും അധികൃതർ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. പ്രശ്നം ഇവിടെ ഒഴിച്ചിട്ട് ഇതുവരെ യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇപ്പോൾ പകുതി ഭാഗം കെട്ടുള്ളൂ. ഫുള്ളായിട്ട് പുഴ വരെ കീറിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഫുള്ളായിട്ട് കെട്ടൂല, പകുതി കെട്ടിയിട്ട് നിർത്തുന്ന. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായ വെള്ളമൊഴുക്ക് പാടത്തേക്കുണ്ടായ വീടുകളൊക്കെ വെള്ളം കയറും. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ പണി തുടങ്ങി ഇത് അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് സൈഡ് ഭിത്തി നിർമ്മാണവും VCB സ്ഥാപിക്കലും അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഒറ്റമഴയ്ക്ക് തന്നെ പുഴയിൽ നിന്ന് തോട് വഴി വെള്ളം കുത്തിയൊലിച്ചെത്തി പുളിഞ്ഞിലത്ത് പാടത്തെ 140-ലേറെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ദുരിതത്തിലാകുമെന്ന് പ്രദേശവാസി മുന്നറിയിപ്പ് നൽകി. പുളിഞ്ഞിലത്ത് പാടത്തേക്ക് ഒഴുകി പോകുന്ന ഒരു തോടാണിത്, കൈത്തോടാണിത്. ഈ കൈത്തോട് VCB സ്ഥാപിക്കുന്നതിന് 90 ലക്ഷമാണ് ഇവിടെ VCB സ്ഥാപിക്കാൻ വേണ്ടി ഇതിവിടെ ഈ വാർപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്ന് മുതൽ മരത്തിൻ്റെ പീസുകൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് VCBക്ക് ഷട്ടറിന് ബദൽ. ഇതൊക്കെ വെള്ളം വന്ന് ദ്രവിച്ച് വർഷം വെള്ളം പുഴയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ച് കയറുകയാണ്. 140ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ പുഞ്ഞിലത്ത് ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം 40ഓളം കുടുംബങ്ങൾ വീട് കയറിപ്പോയി. ആ 18 വെള്ളത്തിൽ വീടുകൾ മൊത്തം മുങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ VCB സ്ഥാപിക്കുക എന്നുള്ള ആവശ്യമാണ്. അതിന് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്ന സമയത്ത്
ക്യാമ്പ് അവസാന ദിവസം ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ഇവിടുത്തെ ഭൂരിഭാഗം കുടുംബങ്ങളും. ആ ക്യാമ്പിൽ വെച്ച് മുനിസിപ്പൽ അധികാരികൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, അടുത്ത വർഷം ആകുന്നതിന് മുമ്പ് ഇവിടെ ഇരുമ്പിൻ്റെ ഷട്ടർ സ്ഥാപിച്ച് VCB സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വർഷം തുടങ്ങി ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഇതിപ്പോൾ ഈ ഭിത്തി സൈഡ് ഭിത്തി കെട്ടുന്ന തോടിൻ്റെ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കീറിയിട്ടൊരു മാസത്തിന് മേലായി, ഇതുവരെ അവർ വന്ന് ഇരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷം തുടങ്ങിയ കഴിഞ്ഞ പ്രാവശ്യത്തിന് വെള്ളമേക്കാരി പ്രാവശ്യം കല്ലുപോലും ഇവിടെ ഇറക്കിയിട്ടിട്ടില്ല. ഇനിയിപ്പോൾ വർഷം 5 ദിവസം കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങാനായി. മഴക്കാലം തുടങ്ങി ആ ദുരിതത്തിൽ അപ്പുറത്ത് കുറേ കീറിയിട്ടുണ്ട് തോട് കെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ഈ 2 വീടുകൾ കാണുന്നുണ്ട്. ഈ 2 വീടുകൾ ഇപ്പോൾ ഭീഷണിയില്ല. ഇത് കെട്ടിയില്ല, 2 വീടും വെള്ളത്തിലേക്ക് പോകുമ്പോൾ ലവസലാമിൻ്റെ മറ്റേ മച്ചിങ്ങൽ അംസാറിൻ്റെ 2 ആളെ വീടുകളാണിത്. ഈ തോട് ഈ സൈഡ് പോയി എത്തിയോളിപ്പോൾ JCB കൊണ്ട് മാന്തി പോയതാണ്, ഒരു മാസത്തിന് മേലായിപ്പോൾ. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.